ഇന്ന് ഞങ്ങളുടെ യാത്രയെന്ന് വെച്ച് കഴിഞ്ഞാൽ ദുബായ് മിറാക്കൽ ഗാർഡനിലോട്ടായിരുന്നു കേട്ടോ. ഞങ്ങളൊരു വർക്കിംഗ് ഡേയിലാണ് പോയത്. അത്യാവശ്യം നല്ല ക്രൗഡൊക്കെ ആയിരുന്നു. അങ്ങനെ നമ്മൾ അതിൻ്റെ ഉള്ളിൽ കയറി അലഞ്ഞു തിരിഞ്ഞെല്ലാം നടന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് നല്ല ടയേർഡായെന്ന് വെച്ച് കഴിഞ്ഞാൽ വിശന്ന് തലയും കണ്ണും കറങ്ങുന്നത്. അങ്ങനെ നമ്മളാണെങ്കിൽ വണ്ടിയും കൊണ്ട് അവിടെ എല്ലാം ഒന്ന് ചുറ്റിക്കറങ്ങി നല്ല ഒരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് കാണാനായിട്ട്. അവിടെയെങ്കിലും കണ്ടില്ല. അങ്ങനെ ഇങ്ങനെ വന്നപ്പോഴാണ് നമ്മുടെ ഒരു ബെസ്റ്റിൻ കഫേ എന്ന് പറഞ്ഞ ഒരു റെസ്റ്റോറൻറ്റ് കണ്ടത്. അങ്ങനെ എന്തായാലും അവിടെ നിന്ന് കയറി ട്രൈ ചെയ്ത് നോക്കാമെന്നും പറഞ്ഞുകൊണ്ട് എന്തായാലും ചായ കുടിക്കണം. അങ്ങനെ കയറിയതാണ് ഞങ്ങൾ. അങ്ങനെ കയറിയപ്പോഴത്തേക്ക് തന്നെ അടിപൊളിയായിട്ടുള്ളൊരു ചൂട് ചായ കുടിച്ച് അപ്പം തന്നെ മനസ്സിനൊരു സന്തോഷം കിട്ടി. അങ്ങനെ ഞങ്ങളാണെങ്കിൽ പിന്നെ എന്തായാലും എല്ലാവർക്കും വിശക്കുന്നത്. അങ്ങനെ കുറച്ച് അധികം ഫുഡ് ഞങ്ങൾ ഓർഡറാക്കി. ചാർക്കോൾ ഓർഡറാക്കി. അത് കണക്കാന്നെ നമ്മൾ ബിരിയാണി വേണ്ടിയവർക്ക് ബിരിയാണി ഓർഡറാക്കി. അത് കണക്കാൻ നമ്മൾ ബർഗർ, ജ്യൂസ്, അങ്ങനെ വേണ്ട അല്ലൂസൊക്കെ ജ്യൂസൊക്കെ കുടിക്കുന്നത്. നമ്മുടെ ഓറിയോ ഷേക്കാണ് കുടിക്കുന്നത്. പിന്നെ ഫ്രൈഡ് റൈസ്, ചില്ലി ചിക്കൻ ആവശ്യമുള്ളവർക്ക് ആവശ്യമുള്ളതൊക്കെ കഴിക്കാമെന്ന് കരുതി. കാരണം വിശപ്പിൻ്റെ നിലവിളി അത്രയ്ക്കുണ്ടായിരുന്നു. വിശപ്പ് കാരണം എല്ലാവരും കാണുന്നതെല്ലാം ഓർഡറാക്കുമല്ലോ. അങ്ങനെ നമ്മളെല്ലാം ഓർഡറാക്കി. പക്ഷെ നമ്മൾ ഓർഡറാക്കിയ ഫുഡ് യാതൊരു രക്ഷയില്ല കേട്ടോ. ആ ക്ലബ്ബ് സാൻഡ്വിച്ചൊക്കെ സൂപ്പറായിരുന്നു. അതും ഒരു ഗ്ലാസ് ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞാൽ നമ്മുടെ നല്ല വിശപ്പൊക്കെ മാറി സൂപ്പറാവും. അങ്ങനെ ഞാനാണ് ഇപ്പം കഴിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ റെഡ് ചില്ലി ചാർക്കോളാണ്. നല്ല ടേസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സൂപ്പറാണ് കേട്ടോ. അപ്പം നിങ്ങൾ നമ്മുടെ മിറാക്കൽ ഗാർഡനിലോ അതേ കണക്ക് തന്നെ നമ്മുടെ ഗ്ലോബൽ വില്ലേജിലൊക്കെ പോയിട്ടൊക്കെ വരുന്നവരൊക്കെ നിങ്ങൾ മസ്റ്റായിട്ട് ഒന്ന് കയറി ട്രൈ ചെയ്ത് നോക്കുക. ബെസ്റ്റ് കഫേ റെസ്റ്റോറൻ്റാണ്. അത് കണക്ക് അവർ രാവിലെ ഓപ്പൺ ചെയ്തിട്ട് രാത്രി വെളുപ്പാങ്കാലം 4 മണി വരെ റെസ്റ്റോറൻറ്റ് പിന്നെ ഓപ്പണുമാണ്. അപ്പം നമുക്ക് നൈറ്റിലൊക്കെ പോയിട്ടൊക്കെ ഡ്രൈവൊക്കെ ചെയ്തിട്ട് വരുന്നവർക്കൊക്കെ ടയേർഡാകുമ്പോഴത്തേക്ക് കയറി കഴിക്കാൻ പറ്റിയ അടിപൊളി ഒരു റെസ്റ്റോറൻറ്റ് കൂടിയിട്ടാണ് കേട്ടോ. അപ്പോൾ നിങ്ങളീ പോയിട്ട് നിങ്ങൾ അവിടെയുള്ള പിന്നെ ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. സൂപ്പറായിട്ട് നിങ്ങൾക്ക് നല്ല കണക്ക് ഇഷ്ടപ്പെടും. ഞാനിപ്പോൾ കഴിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രൈഡ് റൈസാണ് കേട്ടോ. ഫ്രൈഡ് റൈസിൻ്റെ കൂടെ ഞാനാണെങ്കിൽ മേടിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബട്ടർ ചിക്കനാണ്. നല്ല അടിപൊളി കോംബോ. സൂപ്പറാണ് കേട്ടോ. അതിൻ്റെയൊക്കെ ടേസ്റ്റ് ഇപ്പോഴും നമ്മുടെ വായിൽ നിൽക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതൊക്കെ ഒന്ന് മേടിച്ച് ട്രൈ ചെയ്തതിന് ശേഷം നമ്മുടെ അടുത്ത് ഫീഡ്ബാക്ക് അറിയിക്കുക. അതേ കണക്ക് തന്നെ ഈ കഫ്റ്റീരിയയിലൊക്കെ പോയിട്ടുള്ളവർ കമൻറ്റ് എഴുതാൻ മറക്കുകയും ചെയ്യണ്ട കേട്ടോ. അപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? പിന്നെ അടിപൊളിയായിരുന്നു. നമ്മളുടെ ദുബായ് മിറാക്കൽ ഗാർഡൻ്റെ തൊട്ടടുത്തുള്ള ഇന്ത്യൻ റെസ്റ്റോറൻ്റ് ആണ് ബെസ്റ്റിൻ കഫേ എന്ന് പറയുന്നത്. നമ്മുടെ ഷീജാനെ കണ്ടില്ലേ, എല്ലാം അടിപൊളിയായിട്ട് മേടിച്ചിട്ട് സൂപ്പറായിട്ടാണ് കഴിക്കുന്നത്. ഇതിപ്പോൾ കഴിച്ചുകൊണ്ടിരിക്കുന്നത് ചിക്കനും അതിൻ്റെ ചിക്കൻ ചാർക്കോളും അതിൻ്റെ സെറ്റപ്പുമാണ്. അതുപോലെ തന്നെ അവിടെയുള്ള എല്ലാ ആഹാരങ്ങളും ഒന്നിനൊന്ന് മെച്ചമാണ്. അപ്പം നമ്മളുടെ ദുബായ് മിറാക്കൽ ഗാർഡൻ്റെ തൊട്ടടുത്താണ്. അതുപോലെ തന്നെ നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ആഹാരങ്ങളെല്ലാം, ചിക്കനായിരുന്നാലും ചാർക്കോളായിരുന്നാലും അതുപോലെ തന്നെ ജ്യൂസസ് ആയിരുന്നിരുന്നാലും എല്ലാം. ഇനിയിപ്പോൾ അവർ റീസെൻ്റ്ലി അപ്പം ദോശയൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടെന്ന് പറയുന്നത് കേട്ടായിരുന്നില്ലേ? അതെ. അപ്പോൾ അതെല്ലാം കിട്ടുന്ന നല്ലൊരു റെസ്റ്റോറൻ്റ് ആണ്. ഇത് മാത്രമല്ല കേട്ടോ, നമ്മളെ ഈ പിന്നെ ഫ്രൈഡ് ചിക്കൻ ഉണ്ടല്ലോ, എന്ത് ടേസ്റ്റ് ആണെന്ന് നിങ്ങൾക്കറിയാമോ? സൂപ്പറാണ്. നമ്മൾ KFC ഒക്കെ കഴിക്കുന്നതിനേയും കാട്ടിയൊക്കെ അടിപൊളിയായിട്ടാണ്. നിങ്ങൾ മസ്റ്റായിട്ട് നിങ്ങളൊന്ന് ട്രൈ ചെയ്യേണ്ട ഐറ്റം കൂടിയാണ് നമ്മുടെ ഫ്രൈഡ് ചിക്കൻ. ബെസ്റ്റിൻ കഫേ റെസ്റ്റോറൻറ്റിലെ അടിപൊളിയായിട്ടുള്ള ഫുഡ് ഐറ്റംസ് ഒന്നിനൊന്നും മെച്ചമാണ്. ഇപ്പം ശ്രീജ ട്രൈ ചെയ്യുന്ന ഇതേതാണ്? ചിക്കൻ ലോലിപോപ്പ്. അതല്ല, മക്കൾക്ക് പിള്ളേർക്ക് വാങ്ങിച്ചതാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മൾ കഴിക്കാതെ വെച്ചിട്ട് ഞാൻ ട്രൈ ചെയ്ത് നോക്കിയതാണ്. എനിക്ക് എല്ലാ ഫുഡും നല്ല കണക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. നമ്മൾ കഴിച്ച് അതിന് ശേഷം മാത്രമാണ് നിങ്ങളടുത്ത് നമ്മൾ കറക്റ്റായിട്ടുള്ള റിവ്യൂ ആണ് നിങ്ങൾ പറയുന്നത്. നിങ്ങൾ മസ്റ്റായിട്ടോ നിങ്ങൾ പോയി ട്രൈ ചെയ്ത് നോക്കും. ബിരിയാണി ഉണ്ട്, ഫ്രൈഡ് റൈസ് ഉണ്ട്. ഇതെന്താണ് വീണ്ടും ഫ്രൈഡ് റൈസ് എടുത്തിരിക്കുകയാണ്? ചിക്കൻ ബിരിയാണി. ചിക്കൻ ബിരിയാണി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചിക്കനൊക്കെ പൊരിച്ചിട്ടാണ് അതിനകത്ത് അവർ ദമ്മാക്കിയിരിക്കുന്നത്. നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ദം ബിരിയാണിയാണ്. അതുപോലെ തന്നെ നല്ല സൂപ്പർ ഡിലീഷ്യസ് ആയിട്ട് അവരുടേതായിട്ടുള്ള രീതിയിലുള്ള റെസിപ്പിയൊക്കെ വെച്ചിട്ട് നല്ല സൂപ്പറായിട്ടാണ്. നമ്മൾ പലയിടത്തുനിന്നും ഫുഡ് കഴിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ ഫുഡ് ഒരു പ്രത്യേക ടേസ്റ്റായിട്ട് നമുക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ ആംബിയൻസും അർജാനിലാണ്. അർജാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദുബായ് അർജാൻ അറിയാമല്ലോ എല്ലാവർക്കും. നമ്മുടെ മിറാക്കൽ ഗാർഡൻ്റെ ആ ഒരു ഏരിയ പറയുന്നത് അർജാനാണ്. അർജാനിലാണ് നമ്മുടെ ഈ റെസ്റ്റോറൻറ്റ് ഉള്ളത്. അതെ. അപ്പം നിങ്ങൾ ഈ പോകുന്നവരാണെങ്കിൽ ഈ എന്തായാലും നിങ്ങൾ മസ്റ്റായിട്ട് ട്രൈ ചെയ്യുക. ഫലൂദ കഴിച്ചു ട്രൈ ചെയ്തു. ഫലൂദ നേരത്തെ കഴിച്ചോ? മിറാക്കൽ ഗാർഡനിലൊക്കെ പോയിട്ട് തിരിച്ചിറങ്ങി വരുന്നവരൊക്കെ നമ്മുടെ റെസ്റ്റിൻ കഫേയിൽ കയറിയിട്ട് നിങ്ങൾ ചാർക്കോളോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അടിപൊളി ഫുഡാണ് കേട്ടോ. നമുക്ക് നല്ല ഇഷ്ടപ്പെട്ടു. അവിടുത്തെ ഡെസേർട്ട്, ജ്യൂസ്, ഫലൂദയൊക്കെ സൂപ്പർ ടേസ്റ്റ് കേട്ടോ. സൂപ്പറായിട്ട് ഈ ക്ലബ്ബ് സാൻഡ്വിച്ച് എനിക്ക് ഏറ്റവും കൂടുതൽ നല്ല ഇഷ്ടപ്പെട്ട ഐറ്റമാണ് കേട്ടോ. മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഈ പറഞ്ഞ വെറൈറ്റീസ് എല്ലാം ഞങ്ങൾ വാങ്ങിയ എല്ലാം അടിപൊളി സാധനങ്ങളാണ്. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് നമ്മുടെ അടുത്ത് കൊടുത്തും പറയണം കേട്ടോ. ബെസ്റ്റിൻ കഫേയിൽ പോയിട്ടുള്ള ആരൊക്കെ ഉണ്ടെന്നും കൂടെ
കൂടെ ഒന്ന് പറയണേ, ഈ വീഡിയോ കാണുന്നവരൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അനാറിൻ്റെ ജ്യൂസ് പൊടി ടേസ്റ്റ്. അൽഹംദുലില്ലാ അങ്ങനെ വയറും മനസ്സൊക്കെ നിറഞ്ഞ് ഞങ്ങൾ ഏതാണ്ട് അവിടെ നിന്ന് ഇറങ്ങുകയാണ്. അപ്പം നിങ്ങൾ മസ്റ്റായിട്ട് എല്ലാവരും പോയി ട്രൈ ചെയ്യുക. ഇതിൻ്റെ ലൊക്കേഷൻ ഒന്ന് പറഞ്ഞു കൊടുക്കാം. അർജാനിലാണ്, ദുബായ് അർജാനിൽ മിറാക്കൽ ഗാർഡൻ്റെ തൊട്ടടുത്താണ്. നമ്മൾ ബെസ്റ്റ് കഫേ എന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും. ഇല്ലെങ്കിൽ 050-704-0356 എന്ന് പറയുന്ന നമ്പറിൽ വിളിച്ചു കഴിഞ്ഞിരുന്നാൽ നമുക്ക് അവർ ആ ലൊക്കേഷൻ തരും. അതല്ലെന്നുണ്ടെങ്കിൽ ക്യാഷ് ഓൺ ഡെലിവറി ആയിട്ട് നിങ്ങൾക്ക് സാധനങ്ങൾ ഇതെല്ലാം എത്തിച്ചു തരുന്നതായിരിക്കും. നമ്മുടെ മലയാളി ടീമുകളാണിത് മൊത്തം.